ഈ തോട്ടം കാണുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ നാട്ടിലെത്തിക്കണമെന്ന്. എൻ്റെ രണ്ടാമത്തെ നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അല്ലയിൽ നല്ല പച്ചപ്പൊക്കെ കണ്ടില്ല, നാട്ടിലത്തെ അതേ ഫീലിംഗ്. ആടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പാകിസ്ഥാനികളൊക്കെ നമ്മളെ കമ്പനിയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം ചായ തരും, മധുരം കാര്യങ്ങളൊക്കെ. അവിടെ നിന്നൊക്കെ സലാം പറഞ്ഞാൽ ഇന്നൊരു ദൂരെ യാത്ര പോകാനുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ചെങ്ങായി ഇർഫാൻ എന്ന് പറയും, നാട്ടിൽ നിന്ന് വന്നത്. അവൻ്റെ ഉപ്പാനെ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അല്ലയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം ബസ്സിന് ഇരിക്കാനുണ്ട്. ആദ്യം ടൗണിലെത്തിയിട്ട് എന്ത് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി 2 മണിക്കൂർ ബസ്സിൽ അലുവഖാൻ എന്ന് പറയും. എൻ്റെ ഉപ്പാക്കൊക്കെ ടൗണിലൊക്കെ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നാട്ടിൽ പോണ സമയത്ത് ടൗണിൽ വരുള്ളൂ. വാപ്പാരെന്താന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ജീവിതത്തിൽ ഒരു 23-24 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നമ്മളെ ഉപ്പാരെ വില എന്താന്ന് മനസ്സിലാക്കില്ലേ. നമ്മൾ നാട്ടിലാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചീത്ത പറയും, പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. മനസ്സിൻ്റെ ഉള്ളിൽ ഇവർക്ക് സ്നേഹം തന്നെ ഉള്ളൂ. സലാം പറഞ്ഞാൽ എന്ത് ചെയ്ത് നാട്ടിൽ നിന്ന് വന്ന വിശേഷങ്ങളൊക്കെ സംസാരിച്ചാണ് നേരെ എന്ത് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നാട്ടിൽ ഞാനൊക്കെ അടിച്ചു പൊളിക്കേണ്ട സമയം ഉണ്ടായിരുന്നു. നമ്മളെപ്പാര് ഇതേമാതിരി ഫുഡും കാര്യങ്ങളൊന്നും നല്ലപോലെ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.